മൂല്യമറിയാതെ മനുഷ്യർ ലഹരിക്കും അതുമൂലം അധാർമിക പ്രവണതകൾക്കും അടിമപ്പെടാതിരിക്കാൻ വിഷൻ ഓഫ് ലൈഫ് പപ്പറ്റിൽ അവതരിപ്പിക്കുന്ന കയ്യുറപ്പാവ നാടകം തടവറ പണിയുന്നവർ. രചനാവിഷ്കാരം സുനിൽ പട്ടിമറ്റം. എല്ലാം ശരിയാവും മോളെ. മോൾക്കറിയാതെ മഴ തുടങ്ങിയിട്ട് എത്ര നേരമായി. എവിടെ പോയി കിടക്കുകയാണോ? അരി മേടിച്ചോണ്ട് വരാമെന്ന് പറഞ്ഞ് തേങ്ങാവിന്റെ കാശുമായി പോയതാ. ഇതുവരെ വന്നില്ല. എനിക്ക് വിശന്നിട്ട് വയ്യ. എന്റെ മോള് വിഷമിക്കാതിരിക്കും. അച്ഛനോട് നീ വരും. രാവിലെ പോയി ഇതുവരെ എത്തിയില്ല. ദൈവമേ, എന്റെ ഒരു കാലക്കേട്. ഇനി വരെ ഷോപ്പിന് പോയി കിടക്കുകയാണോ? മഴയാണെങ്കിൽ നോക്കി വീട് മുഴുവനും ചോർന്നൊലിക്കുക. അതെങ്ങനെയാ? ഇതൊന്നും ഓലമേഞ്ഞ് കെട്ടാൻ കഴിയണില്ല. കെട്ടിയത് മുഴുവൻ കുടിക്കാനല്ലേ ഉള്ളൂ. ഭയങ്കര കഷ്ടമല്ലേ എന്തൊക്കെ ഉദ്ദേശിക്കണ്ട. എനിക്ക് മുൻകൂടുക അറിയാം. ഇറക്കി വണ്ടി ഇറക്കി എനിക്ക് പോകണമെന്ന് തന്നെ പിടിക്കണ്ട. ഞാൻ ഇറങ്ങിക്കോളാം. ഞാൻ ഇതിന് മുമ്പ് ഇറങ്ങിയിട്ടുള്ളതാ. ഞാൻ ഇറങ്ങിക്കോളാം. തൻ്റെ മോളാണ് നോക്കിക്കളില്ലേ. ഇത് ഓക്കെ ഓക്കെ. തനിക്ക് തൻ്റെ പൈസ ഞാൻ പോകണം. എന്നെ ഉദ്ദേശിക്കണ്ട. എന്നെ ആരും ഉദ്ദേശിക്കണ്ട. ചേട്ടൻ വണ്ടിന്ന് കരുതി എനിക്ക് പോകണമെന്ന്. ഞാൻ പോടും. ദൈവമേ രക്ഷായിട്ട് എന്റെ മോളെന്തേടി? എന്റെ ചക്കര മോള് അന്നക്കുട്ടിയെ വിളിച്ച് കയറി വന്നിരിക്കുന്നു. ഈ പാതിരാ നേരത്ത് ഇവിടെ ഇന്നോ ഒരു മണി അരി പോലും ഉണ്ടോ അഞ്ഞു വെക്കാനായിട്ട്? കിട്ടുന്നത് മുഴുവൻ കണ്ണുശാസ്ത്രം കൊടുത്ത് കയറി വന്നിരിക്കുന്നു. എന്റെ അന്നക്കുട്ടി ഇതൊക്കെ ഇതിലെ രാമൻകുട്ടിയുടെ ചെലവാണ്. ചുമ്മാ ഒരു കമ്പനിക്ക് കൂടിയതാ. സമയം പോകുമ്പോഴാണ്. ഒരു കമ്പനി എത്ര നാളായി ഈ കഷ്ടപ്പാട് ഞാൻ അനുഭവിക്കാൻ തുടങ്ങി. ഒരു കമ്പനിക്ക് അല്ല എടി മോളെ തേടി നമ്മുടെ മോളെ ഈ വീട് മുഴുവനും ചോറ് പൊലിച്ചു. എത്ര നാളായി കിടപ്പ് കിടക്കാൻ തുടങ്ങിയിട്ട്. നീയൊന്നും മിണ്ടാതിരിക്കും. എന്റെ തൊണ്ട നാകരുത് കേട്ടോ. എനിക്കിത് സഹിക്കാൻ പറ്റുന്നില്ല.
നീയാണ് കക്ഷിയല്ലേ? നിന്റെ എടാ, ഒരു കള്ളുകുടിയെങ്കിലും ജീവിതത്തിൽ രക്ഷപ്പെട്ടതായി നീ കേട്ടില്ല. നിന്റെ ഈ മുടിഞ്ഞ കള്ളുകുടി മൂലം നീ എന്തെങ്കിലും നേടിയോ? ഇപ്പോഴും വീട്ടിൽ പട്ടിണിയല്ലടാ, ഒരു കൊലപാതകം എന്ന പേരും. അതുപോട്ടെ, നിന്റെ മോളെ ഇനി ആരും നോക്കടാ. നിന്റെ മദ്യപാനമല്ലേ ഇതൊക്കെ വരുത്തി വെച്ചത്? നിനക്ക് പറയാം. എന്റെ മദ്യപാനം കയ്യിൽ വന്ന പടം പോയി. നീ കൂടുതലൊന്നും പറയണ്ട, അവരെ പിടിച്ച് ശരിയില്ല. എടോ, ആ ലോകത്തിൽ കിടക്കുന്നവരോട് ചായ കൊടുത്തു. ഹലോ ഹലോ, എന്താ ചായ വേണം? ഹലോ ഹലോ, അയ്യോ, ആശുപത്രി എത്തിക്കാൻ സാറേ ഡോക്ടർ, എങ്ങനെയുണ്ടാ പ്രതിക്ക്? മദ്യപാനത്തിന്റെ ബന്ധഫലമല്ലേ? കുറവുണ്ട്. ആ, ഇതാ അയാളെ പറക്കി കൊണ്ടുവരുന്നുണ്ട്. എങ്ങനെയുണ്ടടാ? എൻ്റെ ഒക്കെ മദ്യപാനം മൂലം തകർന്നുവല്ലേ സാർ? താൻ എനിക്ക് അറിഞ്ഞിട്ട് കാര്യമില്ല. തൻ്റെ ശരീരം മുഴുവൻ മദ്യം പിടിയുകയാണ്. ഞാനൊരു കുടിയനല്ലായിരുന്നു സാർ. ഒരു കമ്പനിക്കായിട്ട് തുടങ്ങി. എടോ, മദ്യത്തിന്റെ ഓക്സീകരണം കരളിൽ വെച്ചാണ് നടക്കുന്നത്. കരൾ നശിക്കും, ക്രമേണ അത് രോഗമായി മാറും. മഹോദരമുതലായ രോഗമല്ല, ഇതിന് തുടക്കമാണ്. മദ്യപാനം മഹാഭവത്തിന് കാരണമാകും. ഒപ്പം സമൂഹത്തിൽ മദ്യം ഹൃദയത്തെ കാതുതന്നുകയും കരളിനെ നിഷ്ക്രിയമാക്കുകയും ചെറുകുളിൽ നശിപ്പിക്കുകയും ചെയ്യും. കൂടാതെ മസ്തിഷ്കത്തെ മന്ദീഭവിപ്പിക്കുകയും ചെയ്യും. ഇവരോട് കൂടുതലായിട്ടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി ഇവരെ കാത്തിരിക്കുന്നത് തടവറയാണ്. സ്വന്തം ഭാര്യയെ വെട്ടിക്കുന്നു. ഞാനെല്ലാം മനസ്സിലാക്കും. എൻ്റെ കുടുംബം, എൻ്റെ മകൾ, ഈ നശിച്ച മദ്യപാനം. അവന്റെ ഒരു കരച്ചിൽ. ഇനി കരഞ്ഞിട്ട് എന്താണ് കാര്യം? നോക്ക്, നിന്റെ മോള് ഹൃദയം പൊട്ടി കരയുന്ന കണ്ടു. മദ്യപാനം മൂലം തകർന്നത് നിന്റെ ജീവിതം മാത്രമല്ല, പാവം പിടിച്ച ഒരു പെൺകുട്ടിയുടെ ജീവിതം കൂടിയാണ്. ഇതെല്ലാവർക്കും ഒരു പാഠമായിരിക്കട്ടെ. മദ്യപാനം കുടുംബത്തെയും സമൂഹത്തെയും മാത്രമല്ല, ആ വ്യക്തിയെ കൂടി ഇല്ലാതാക്കുകയാണ്. ഇത് കണ്ടെങ്കിൽ നിന്നെ പോലുള്ളവർ ഇനി ജന്മമെടുക്കാതിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അടുത്ത കാലത്തായി നടന്നിട്ടുള്ള കൊലപാതകങ്ങളും ആത്മഹത്യയുമൊക്കെ കൂടുതലായി ലഹരിയുടെ ഉപയോഗം കൊണ്ട് ഉണ്ടായിട്ടുള്ളതാണ്. മദ്യപിച്ച് വാഹനമോടിച്ചുണ്ടാകുന്ന അപകട മരണങ്ങൾ അനവധിയാണ്. വിദ്യാർത്ഥികൾക്കിടയിൽ പോലും ലഹരിയുടെ ഉപയോഗം കടന്നു വരുന്നതായിട്ടാണ് കാണുന്നത്. ശക്തമായ നിയമ നടപടികളിലൂടെയും ബോധവൽക്കരണത്തിലൂടെയും മാത്രമേ അതിനെ നേരിടാൻ കഴിയൂ. പിഴയും കഠിന തടവ് മുതൽ വധശിക്ഷ വരെ നൽകാവുന്ന നിയമവ്യവസ്ഥകൾ നിലവിലുണ്ട്. ലഹരിക്ക് അടിമപ്പെട്ടവരെ അതിൽ നിന്നും മോചിപ്പിക്കേണ്ടതായിട്ടുണ്ട്.
ആയതിന് പൊതുജനങ്ങളുടെ സഹകരണം ആവശ്യമാണ്. അത്തരം കുറ്റകൃത്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഞങ്ങളെ അറിയിക്കുക. നാളെ നമ്മുടെ കുട്ടികളും ലഹരിക്ക് അടിമപ്പെട്ടെന്ന് വരാം. കുറ്റകൃത്യങ്ങൾക്ക് ഒത്താശ ചെയ്തു കൊടുക്കുന്നതും കുറ്റകരമാണ്. നമുക്ക് ഒരുമിക്കാം ഒരു നല്ല നാളേക്ക്. ലഹരി വിമുക്ത രാജ്യം, അതാണ് നമ്മുടെ ലക്ഷ്യം. സുബോധമുള്ള സമൂഹം, അതാണ് നമ്മുടെ ലക്ഷ്യം. പ്രിയപ്പെട്ടവരെ, ലഹരി വിമുക്ത പ്രവർത്തനങ്ങൾ നമ്മുടെ കുടുംബങ്ങളിൽ നിന്നാണ് തുടങ്ങേണ്ടത്. ഈ ജന്മം അമൂല്യമാണ്. അതിൻ്റെ മൂല്യം മനസ്സിലാക്കി വേണം നമ്മൾ ജീവിതം നയിക്കാൻ. ഈ ജീവിതം അവിസ്മരണീയമാക്കി തീർക്കണം.